നമസ്കാരം. കാട് വീടായാൽ ആശാരി പുറത്ത് എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാകുമോ എന്ന് ചിന്തിച്ചവർക്ക് ഇനി അതിനുള്ള സ്കോപ്പില്ല. അയോധ്യ പ്രശ്നം രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്ത് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം മുതൽ നടത്തിയ രഥയാത്രയും ഒടുവിൽ 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് പൊളിക്കുന്നതുവരെയുള്ള സകലമാന സംഗതികളുടെയും സൂത്രധാരനായ LK അദ്വാനിയെയും അദ്ദേഹത്തോടൊപ്പം കട്ടയ്ക്ക് കൂടെ നിന്ന മുരളി മനോഹർ ജോഷിയെയും കറിവേപ്പില പോലെ എടുത്തെറിഞ്ഞാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പുരോഗമിച്ചത്. മറ്റാരും വേണ്ട, എല്ലാറ്റിനും ഞാൻ മാത്രം മതിയെന്ന് നരേന്ദ്രമോദി തീരുമാനിച്ചതാണ് മുമ്പ് ക്ഷേത്ര നിർമ്മാണത്തിന് കട്ട ചുമന്നവരെ വെട്ടിമാറ്റാൻ കാരണം. ഇപ്പോൾ ആ കാരണവന്മാരുടെ പ്രാക്ക് ഭയന്നാണോ എന്നറിയില്ല, രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മുതിർന്ന BJP നേതാവ് LK അദ്വാനി ജനുവരി 22 അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് അറിയിച്ചു. തൻ്റെ പ്രായാധിക്യം കണക്കിലെടുത്ത് അദ്വാനി മുഴുവൻ പരിപാടിയിലും പങ്കെടുത്തേക്കില്ല. എന്നാൽ അദ്ദേഹം തീർച്ചയായും പങ്കെടുക്കുമെന്ന് VHPയുടെ വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. രാമക്ഷേത്ര പ്രസ്ഥാനത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന മറ്റൊരു നേതാവ് മുരളി മനോഹർ ജോഷിയെക്കുറിച്ച് സംസാരിക്കവേ അദ്ദേഹത്തിൽ നിന്ന് അന്തിമ സ്ഥിരീകരണം ഇനിയും ലഭിക്കാനുണ്ടെന്നും അദ്ദേഹവും ചടങ്ങിൽ പങ്കെടുത്തേക്കുമെന്നും അലോക് കുമാർ പറഞ്ഞു. പ്രായവും ആരോഗ്യസ്ഥിതിയും കണക്കിലെടുത്ത് ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇരു നേതാക്കളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് VHPയുടെ മുതിർന്ന നേതാവും രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായ് പറഞ്ഞതിന് പിന്നാലെയാണ് അദ്വാനിയുടെയും ജോഷിയുടെയും സാന്നിധ്യത്തിൽ നേരത്തെ അനിശ്ചിതത്വമുണ്ടായത്. 90 കഴിഞ്ഞ ദേവഗൌഡ ഉൾപ്പെടെയുള്ള ഒട്ടേറെ പേരെ പരിപാടിക്ക് ക്ഷണിച്ച സാഹചര്യത്തിൽ പ്രായത്തിൻ്റെ പേരിൽ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും മാറ്റി നിർത്തുന്നതിൻ്റെ പേരിൽ സംഘപരിവാരത്തിനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസം പുകഞ്ഞു വരികയായിരുന്നു. BJPയുടെ സ്ഥാപക നേതാവായ LK അദ്വാനിയെയും മുൻ പ്രസിഡന്റ് മുരളി മനോഹർ ജോഷിയെയും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ പൂർണ്ണമായി അവഗണിക്കുകയും പാർട്ടിയുടെ മുൻനിര മുഖങ്ങളിൽ നിന്നും പരിപൂർണമായും മാറ്റി നിർത്തുകയും ചെയ്തു പോന്നതിൻ്റെ തുടർച്ചയാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് കാരണമായി ആരോപിക്കപ്പെട്ടത്. കാരണഭൂതരെ മ്യൂസിയം പീസാക്കി മാറ്റിയത് ലളിതമായി പറഞ്ഞാൽ ഗുരുത്വക്കേടാണെങ്കിലും അവരെയൊക്കെ സൗകര്യപൂർവ്വം മറന്ന് 2014 ശേഷമാണ് ഇന്ത്യയും ലോകവുമൊക്കെ ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നവരാണ് മിക്ക പാർട്ടി അണികളും എന്നുള്ളതുകൊണ്ട് എന്ത് അദ്വാനി ഏത് ജോഷി എന്ന് അവരിൽ ആരെങ്കിലും ചോദിച്ചാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ കട്ടയും കല്ലുമായി കിടക്കുന്ന അപൂർണ കെട്ടിടത്തിൽ സനാതന ശാസ്ത്രവിധിയൊന്നും പാലിക്കാതെ നിർവഹിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഹിന്ദുധർമ്മത്തിൻ്റെ രാജ്യത്തെ പ്രമുഖ മഠാധിപതികളായ 4 ശങ്കരാചാര്യരും പരിപാടി ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് കൂടുതൽ ഗുരുത്വക്കേട് തലയിലെടുക്കേണ്ട എന്നും കാരണവരുടെ കൃപയെങ്കിലും ഉണ്ടാകട്ടെ എന്നും കരുതിയാണ് ഇതുവരെ മാറ്റി നിർത്തിയ അദ്വാനിയെയും ജോഷിയെയും ഒടുവിൽ ക്ഷണിക്കാൻ തീരുമാനിച്ചത് എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും വൈകിയെങ്കിലും വന്ന വിവേകത്തിൽ ആശ്വസിക്കുകയാണ് ഇപ്പോൾ BJPയിലെ ഓർമ്മ നശിച്ചിട്ടില്ലാത്ത പഴയ തലമുറ. ഇതൊക്കെ ചെയ്താലും ആചാര്യശാപം ബാക്കിയാണ് എന്ന കാര്യം ഹിന്ദുത്വ ശക്തികളെ തുടർന്നും അലട്ടുമെന്ന കാര്യം തീർച്ച.